എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ഡൊറോറോയും ഇക്കിമാരും അവർ രണ്ടുപേരും ഇപ്പൊ ഡയബിന്റെ വില്ലേജ് നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കിമാരുവിന്റെ മനസ്സിൽ വലിയൊരു പകയുണ്ട്. അവന്റെ അച്ഛൻ മാത്രമാണ് അവന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം. സോ അദ്ദേഹത്തെ കൊന്നാൽ മാത്രമേ എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ പിടിക്കാൻ പറ്റൂ. അങ്ങനെ അവൻ കാര്യമായിട്ട് എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച് ഡൊറോയുമായിട്ട് മുൻപോട്ടേക്ക് പോവാണ്. ഡൊറോറോയ്ക്ക് ഇപ്പൊ ഇക്കിമാരുവിന്റെ അവസ്ഥ കാണുമ്പോൾ നല്ല പേടിയുണ്ട്. അവനിപ്പോ പഴയതുപോലല്ല. അവന്റെ കൺട്രോളൊക്കെ പോയി. ഞാനിപ്പോ പറഞ്ഞതുപോലെ അവനിലുള്ളിലെ ഡീമൻ അത് പുറത്തേക്ക് വരുന്നുണ്ടോ എന്ന് നല്ല സംശയമുണ്ട്. അങ്ങനെ അവര് ഒരുപാട് കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഓൾമോസ്റ്റ് ഡയബിന്റെ ഗ്രാമത്തിന്റെ അടുത്തെത്തി. അപ്പൊ അവര് കാണും ദൂരത്തായിട്ട് കുറെ കുതിരകളുടെ മേലെ കൊടിയൊക്കെ കെട്ടി ഒരു യുദ്ധത്തിന്റെ ആരംഭം പോലെ അവര് കടന്നു പോകുന്നത്. ഡൊറോറോ ചോദിക്കും, നമുക്കിപ്പോ അവിടേക്ക് പോണോ? അവിടെ എന്തൊക്കെയോ വലിയ യുദ്ധം നടക്കാനായിട്ട് പോവാണ്. ഇപ്പൊ നമ്മൾ അവിടേക്ക് പോകുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇക്കിമാരുമാണെങ്കിൽ ടെൻഷനാവും. എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് എന്തായാലും ഇപ്പൊ പോയേ പറ്റൂ. ചെയ്യാനുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച മട്ടിൽ മുൻപോട്ടേക്ക് പോവും. അപ്പൊ ദൂരത്തായിട്ട് ഒരുത്തൻ, അവൻ ഡയബിന്റെ അസിസ്റ്റന്റ് ആണ്. അവൻ കറക്റ്റായിട്ട് നമ്മുടെ ആൾക്കാരെ കാണും. ഇവിടുന്ന് അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഡയബിന്റെ ഓപ്പോസിറ്റുള്ള ചില വില്ലേജുകളും ക്ലാനുകളും അവരെല്ലാം കൂടിയിട്ടാണ് ഇപ്പോ ഡയബുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡി ആവുന്നത്. അവരുടെ വില്ലേജുകളിൽ തന്നെ ബോർഡറിലായിട്ടുള്ള ചില വില്ലേജിലുള്ള ജനങ്ങൾക്ക് ആ മഹാമാരി അതിപ്പോ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഗ്രാമത്തിലെ സോൾജിയേഴ്സ് ഒരല്പം പോലും ഹ്യൂമാനിറ്റി പോലും കാണിക്കാതെ അവിടെയുള്ള ജനങ്ങളെയും അവരുടെ ഗ്രാമങ്ങളും ഒക്കെ തന്നെ ചുട്ടരിക്കുകയാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള ആ ജനങ്ങളുടെ പണവും സ്വത്തുക്കളും എല്ലാം തന്നെ ആ സോൾജിയേഴ്സ് പിടിച്ചടക്കും. മാത്രമല്ല സ്ത്രീകളെയൊക്കെ വളരെ മോശമായിട്ട് മിസ്യൂസ് ചെയ്യും. ഉടനെ അതിൽ ഒരു സോൾജിയർ അടുത്തുണ്ടായിരുന്ന ഒരു കുതിരയെ പിടിച്ചു വലിക്കുകയാണ്. ആ കുതിരയാണെങ്കിൽ അവനെ ചവിട്ടി തെറിപ്പിക്കും. മറ്റൊരു ഭാഗത്ത് ഡയബിന്റെ അസിസ്റ്റന്റ് അവൻ ഇക്കിമാരുവെ കണ്ട കാര്യം ഇപ്പൊ ഡയബിനോട് പോയി പറയാണ്. അത് കേട്ട് ഡൊക്യുമാരുവിനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇക്കിമാരുവെ കൊല്ലണം എന്നൊരു പക ഉണ്ടാവും. അവൻ അവന്റെ പപ്പയോട് റിക്വസ്റ്റ് ചെയ്യും, പ്ലീസ് ദയവ് ചെയ്ത് ഇത്തവണയെങ്കിലും എന്നെ വിശ്വസിക്ക്, എനിക്കൊരു ഓപ്പർച്യൂണിറ്റി താ. ഞാനിപ്പോൾ നന്നായിട്ട് ട്രെയിനിങ് ഒക്കെ എടുത്ത് നല്ല പവർഫുള്ളായി മാറിക്കഴിഞ്ഞു. നമ്മുടെ ഗ്രാമത്തിന് വേണ്ടി, ഈ ഒരു ഫാമിലിക്ക് വേണ്ടി, എന്തിന് അങ്ങേക്ക് വേണ്ടി എനിക്കിത് ചെയ്യണം. അതിനവൻ്റെ പപ്പ അല്പനേരം ആലോചിച്ച് ഇക്കിമാരുവെ കൊല്ലാൻ ഡെക്കിമാരുവിന് പെർമിഷൻ കൊടുക്കുകയാണ്. ഇവിടെ ഡൊറോറോ ആണെങ്കിൽ എങ്ങനെയെങ്കിലും ഇക്കിമാരുവിന്റെ മനസ്സ് മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ അവനാണെങ്കിൽ യാതൊരു കൂസലും ഇല്ലാതെ ഉറച്ച തീരുമാനമായിട്ട് ഡയബിന്റെ ഗ്രാമത്തിലേക്ക് പോകും. അതേസമയം മറ്റൊരു ഭാഗത്ത് അവർ രക്ഷപ്പെടുത്തിയ കുറച്ച് ജനങ്ങളെയും കളക്ട് ചെയ്ത അവരുടെ സാധനങ്ങളൊക്കെ അങ്ങനെ ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിലൊരു മെയിൻ പെൺകുട്ടി, അവളാണെങ്കിൽ അവളുടെ കഴുത്തിൽ ടച്ച് ചെയ്ത് നോക്കും. ആ ഒരു രോഗം, ആ ഒരു പകർച്ചവ്യാധി അതിപ്പോ അവളുടെ കഴുത്തിലൂടെ പതിയെ സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണ്. അതാരെങ്കിലും അറിഞ്ഞ അപകടമാണെന്ന് മനസ്സിലാക്കി അവളാണെങ്കിൽ അതാരെ അറിയിക്കാതെ ഹൈഡ് ചെയ്ത് വെക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ഡൊറോറോയും ഇക്കിമാരും അവർ രണ്ടുപേരും ഇപ്പൊ ഡയബിന്റെ ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. നമ്മുടെ ആൾക്കാരെ ബോർഡറിൽ കണ്ട ഏതോ ഒരു വഴിപോക്കൻ ആള് പറയും, പ്ലീസ് നിങ്ങൾ അവിടേക്ക് പോകാൻ പാടില്ല. അവിടെ ഓൾറെഡി വലിയൊരു യുദ്ധത്തിനുള്ള പുറപ്പാട് നടക്കുകയാണ്. മാത്രമല്ല ബോർഡറിൽ മുഴുവൻ ഒരു പകർച്ചവ്യാധി സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് പോയാൽ നിങ്ങൾക്കും അത് പിടിക്കും. മാത്രമല്ല സോൾജിയേഴ്സ് അവർ നിങ്ങളെ അറ്റാക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞ് അവനാണെങ്കിൽ ഇക്കിമാരുവെ പിടിച്ചു വെക്കും. അടുത്ത നിമിഷം ഇക്കിമാരുവിന്റെ കൺട്രോൾ പോയി അവന്റെ കത്തിയെടുത്ത് ആൾക്ക് നേരെ വീശുകയാണ്. ആള് പേടിച്ചു വരച്ച് അവിടുന്ന് ഓടും. അതുകൊണ്ട് ഡൊറോറോ ഇപ്പൊ ഇക്കിമാരുവിന്റെ കൈ പിടിച്ചു വലിക്കും. നീ എന്താ ഈ ചെയ്യണേ? വരുന്നവരോടും പോകുന്നവരോടും എല്ലാം നീ ഇങ്ങനെ ബാഡായിട്ട് പെരുമാറുന്നത് ഒട്ടും ശരിയല്ല. നീ എങ്ങനെയെങ്കിലും നിന്നെ കുറച്ച് കൺട്രോൾ ചെയ്യേ. അയാൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ അവിടേക്ക് പോയ ആ പകർച്ചവ്യാധി അത് നമുക്കും പിടിക്കുമെന്ന് പറഞ്ഞ് ഡൊറോറോ അവന്റെ കൈ പിടിച്ചു വലിക്കും. പക്ഷെ എന്താ, അവന്റെ കൈ ഊരി ഡൊറോറോ താഴേക്ക് വീഴുകയാണ്. ഇക്കിമാരു പറയും, എനിക്കും നിന്നെ പോലെ ആവണം. എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ ഓർഗൻസ് അതെനിക്ക് തിരികെ കിട്ടിയേ പറ്റൂ. നിന്നെ പോലെ ഈ കാഴ്ചകളൊക്കെ കാണാനും എല്ലാം ആസ്വദിക്കാനും എനിക്കും ആഗ്രഹമുണ്ട്. സോ എനിക്ക് അവിടേക്ക് പോയേ പറ്റൂ. ഇക്കിമാരു ആണെങ്കിൽ ഇപ്പൊ ഡൊറോറോയുടെ ഫേസിൽ തലോടും. അവനെ പതിയെ എഴുന്നേൽപ്പിച്ച് ഇപ്പൊ അവനോട് പറയും, എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം എനിക്ക് വീണ്ടെടുത്തേ പറ്റൂ. നിങ്ങളെപ്പോലെ എനിക്കും ഈ പ്രകൃതി ആസ്വദിക്കണം, ഫീൽ ചെയ്യണം ഒക്കെ വേണം. ഞാൻ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. എന്റെ പെയിൻ അത് നീയെങ്കിലും മനസ്സിലാക്കണം. നിനക്ക് മാത്രമേ അത് മനസ്സിലാക്കാനായിട്ട് പറ്റൂ. അവൻ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ഡൊറോറോയ്ക്കും അവന്റെ ഫീലിങ്സ് മനസ്സിലാവും. അവനും ഒരുപാട് സങ്കടം തോന്നുകയാണ്. അങ്ങനെ വീണ്ടും വേറെ വഴിയില്ലാതെ ഡൊറോറോ തന്റെ ഇക്കിമാരുവിന് വേണ്ടി അവനോടൊപ്പം പോവുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ഡെക്കിമാരും അവന്റെ ടീമും അവരാണെങ്കിൽ രാത്രിയായി കഴിയുമ്പോൾ ഒരു ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ അവിടെ താമസിക്കുകയാണ്.
ഡെക്കിമാരു ആണെങ്കിൽ അവന്റെ അസിസ്റ്റന്റ് പെണ്ണിനോട് ചോദിക്കും, ആക്ച്വലി നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് രക്ഷപ്പെട്ടു വന്നേ? അതിന് അവള് പറയും, ഞങ്ങളെ വന്ന് മറ്റുള്ളവരെ പോലെ തന്നെ ഒരു സ്ലേവിനെ പോലെ കൺസിഡർ ചെയ്ത് കൂട്ടിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു. നിന്റെ പപ്പ ഡൈബിനെ അദ്ദേഹത്തെ ആദ്യം കണ്ടപ്പോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് ദേഷ്യവും പകയും ഒക്കെയാണ് തോന്നിയത്. ഞാനൊരു കത്തിയെടുത്ത് അദ്ദേഹത്തെ കുത്താൻ നോക്കി, പക്ഷെ അദ്ദേഹം ശബ്ദം ഉണ്ടാക്കി എന്നെ വെട്ടിത്തിരിപ്പിച്ച് എന്റെ കൈ പിടിച്ച് തിരിച്ചു. പക്ഷെ എന്താ, എന്റെ കഴിവും എബിലിറ്റിയൊക്കെ കണ്ട് ഞങ്ങളെ രണ്ടുപേരെയും അദ്ദേഹം ചേർത്ത് പിടിച്ചു. ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നൽകി പഠിപ്പിച്ചു, ഇവിടം വരെ എത്തിച്ചു. ലോർഡ് ഡൈബ് അദ്ദേഹം അവിടെ വെച്ച് അന്ന് ഞങ്ങളെ കണ്ടില്ലായിരുന്നെങ്കിൽ, ഞങ്ങളെ കൂടെ കൂട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ അവരെ പോലെ ഞങ്ങളും അവിടെ കിടന്ന് മരിച്ചു പോയേനെ. ഇപ്പൊ ഞങ്ങൾക്ക് നല്ലൊരു സ്ഥാനവും ജീവിതവും ഒക്കെ ഉണ്ട്. നിങ്ങളുടെ വലം കൈയും ഇടം കൈയും ആയിട്ട് ഞങ്ങളെ കൊണ്ട് നിൽക്കാൻ കഴിയുന്നുണ്ട്. സോ ഞങ്ങളുടെ ജീവൻ കൊടുത്തും ഞങ്ങൾ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും. അത് കേൾക്കുമ്പോൾ ഡെക്കിമാരുവിനും ഒരുപാട് സന്തോഷം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ഡൈബിന്റെ ഓപ്പോസിറ്റുള്ള ആ വില്ലേജിലെ ആളുകൾ അവരെല്ലാവരും ചേർന്ന് ഈ യുദ്ധത്തിന് തയ്യാറായി കഴിഞ്ഞു. അതുപോലെ തന്നെ ഡൈബും ആളുടെ മിലിറ്ററി ഫോഴ്സ് ഒക്കെ ഉപയോഗിച്ച് യുദ്ധം ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ആ ഗ്രാൻഡ് പാ ആളാണെങ്കിൽ ഈ കാഴ്ചയെല്ലാം കണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. നടക്കാൻ പോകുന്നത് നടന്നേ പറ്റൂ, അതിനെ തടയാൻ ആർക്കും കഴിയില്ല. എന്തായാലും കുഴപ്പമില്ല, എനിക്ക് ഈ കാഴ്ച കാണണമെന്ന് പറഞ്ഞ് ആളിപ്പോ നോക്കിയിരിക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇവിടെ എക്കിമാരും ഡൊറോറോയും അവർ രണ്ടുപേരും ഇപ്പൊ വലിയൊരു കൊക്കയുടെ അടുത്തു വന്ന് നിൽക്കുകയാണ്. അവിടെയാണെങ്കിൽ ഒരുപാട് ആൾക്കാരെയൊക്കെ കൊന്നിട്ടിരിക്കുകയാണ്. അതിൽ കൂടുതലും അസുഖം ബാധിച്ചവരാണ്. അടുത്ത നിമിഷം നമ്മുടെ ഡൊക്കിമാരു അവനും അവന്റെ അസിസ്റ്റൻസും അവിടേക്ക് വന്ന് എക്കിമാരുവെ വെല്ലുവിളിക്കാനായിട്ട് തുടങ്ങും. എക്കിമാരു പറയും, മര്യാദയ്ക്ക് എന്റെ വഴിയിൽ നിന്ന് മാറി നിൽക്ക്, അതാണ് നിനക്ക് നല്ലത്. അതിന് ഡെക്കിമാരു പറയും, വഴിമാറി നിൽക്കാനല്ല, മറിച്ച് നിന്നെ കൊല്ലാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. എനിക്ക് എൻ്റെ പപ്പയെ പ്രീതിപ്പെടുത്തണം, ഞങ്ങളുടെ ക്ലാൻ, ഞങ്ങളുടെ ഗ്രാമത്തെ രക്ഷപ്പെടുത്തണം. അതിന് നീ മരിച്ചേ മതിയാവൂ. അടുത്ത നിമിഷം രണ്ട് ടീമും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ അട്ടിയിടി ഫൈറ്റ്. എക്കിമാരു ആണെങ്കിൽ എക്കിമാരുവെ പിടിച്ചു വലിച്ച് തല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവന് ചുറ്റും നിൽക്കുന്ന ആ ഡെക്കിമാരുവിന്റെ രണ്ട് അസിസ്റ്റൻസ് അവരാണെങ്കിൽ ഇതും വാളൊക്കെ ഉപയോഗിച്ചും എക്കിമാരു അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അത് കാണുമ്പോൾ എക്കിമാരുവിന് പിടിയിട്ടും ആദ്യം ഇവരെ രണ്ടുപേരെ തകർക്കണം, എങ്കിൽ മാത്രമേ ഡെക്കിമാരു എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. അവൻ അങ്ങനെ ചാടിക്കറങ്ങി പെണ്ണിനെ പിടിച്ചു വലിച്ച് അവളുടെ ഒരു കയ്യില് ഇപ്പൊ സ്ക്വാഡ് വെച്ച് ആഞ്ഞു വെട്ടും. അത് കണ്ട ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന അസിസ്റ്റന്റ് ഡെക്കിമാരു ആണെങ്കിൽ ആ കത്തി ഉപയോഗിച്ച് അവളുടെ കൈ വെട്ടിയെറിയും. അതിനുശേഷം അവന്റെ ഒരു കൈ വെട്ടി താഴെയിട്ട് അവരുടെ കഴുത്ത് വെട്ടാനായിട്ട് ഓടി അടുക്കും. അത് കണ്ട ഡെക്കിമാരു അവന്റെ വാള് വെച്ച് ഇപ്പൊ എക്കിമാരുവിനെ തടഞ്ഞ് അവർ രണ്ടുപേരും വീണ്ടും അടിയിടി ബഹളം. ഡെക്കിമാരു ആണെങ്കിൽ വീണ്ടും അവന്റെ മുഖത്ത് ആഞ്ഞു വെട്ടുകയാണ്. ചോര തൊളുമ്പി ഡെക്കിമാരു അവൻ കൂടുതൽ വാശിയിലും ദേഷ്യത്തിലും ഇപ്പൊ എക്കിമാരുവിന്റെ അടുത്തേക്ക് പാഞ്ഞടുക്കും. അവർ രണ്ടുപേരും ഓടി ഓടി കമ്പില് വലിയൊരു ബോംബ് ഫിക്സ് ചെയ്ത് ആരും അവിടേക്ക് വലിച്ചെറിയാണ്. അവർ ക്ലോസ് എത്തേണ്ട താമസം അത് പൊട്ടി അങ്ങോട്ട് തെറിക്കും. പക്ഷെ ആ പൊട്ടിത്തെറിയിൽ നിന്നും ജസ്റ്റ് മിസ്സിന് അവർ രണ്ടുപേർ രക്ഷപ്പെടും. അപ്പൊ മറ്റൊരു ഭാഗത്ത് നിന്ന് എക്കിമാരുവിന്റെ സോൾജിയേഴ്സ് അവർ ആ വെള്ളക്കുതിരയിൽ ഒരുപാട് ബോംബൊക്കെ കണക്ട് ചെയ്ത് ഇപ്പോ എക്കിമാരുവിന് നേരെ അയക്കുകയാണ്. കുതിര നല്ല ഫോഴ്സിൽ വന്ന് എക്കിമാരു ഇടിച്ചു തെറിപ്പിക്കും. ആ കുതിരയാണെങ്കിൽ മുഴുവനായിട്ടും പൊട്ടിത്തെറിച്ച് വലിയൊരു കുഴിയിലേക്ക് വീഴുകയാണ്. അത് കണ്ട ഡൊറോറോ ആ കുഴി ലക്ഷ്യമാക്കി ഓടും. അപ്പോഴേക്കും വേറൊരാള് അവളെ പിടിക്കുകയാണ്. നീ ഇന്നു മുതൽ ഞങ്ങളുടെ അടിമയാണെന്ന് പറഞ്ഞ് അവളെ പിടിച്ചു വലിക്കും. ഇവിടെ ഡെക്കിമാരു ആണെങ്കിൽ എക്കിമാരുവെ നോക്കി ആ ഒരു കൊക്കയിലേക്ക് പോകാൻ തയ്യാറാവും. ഉടനെ ഒരു സോൾജിയർ പറയും, സാർ പ്ലീസ് ദയവ് ചെയ്ത് അവിടേക്ക് പോകരുത്. അവിടെ ഒരുപാട് പേര് അസുഖത്താൽ ബാധിക്കപ്പെട്ടവരൊക്കെ മരിച്ചും പാതി ജീവനായിട്ടൊക്കെ കിടക്കുന്നുണ്ട്. അവിടേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും ആ അസുഖം ബാധിക്കും. പക്ഷെ ഡെക്കിമാരു ആണെങ്കിൽ അതൊന്നും കേൾക്കാതെ അവിടേക്ക് നടന്നെടുക്കും. അത് കണ്ട അസിസ്റ്റന്റ് മയക്കുമരുന്ന് ഉപയോഗിച്ച് ഇപ്പൊ ഡെക്കിമാരുവെ മയക്കി താഴെയിടും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത കുഴി വീണെടുക്കുന്ന നമ്മുടെ എക്കിമാരുവെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പൊ മര്യാദയ്ക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷെ എങ്ങനെയെങ്കിലും എനിക്ക് മുകളിൽ പോകണം, ഡൊറോറോയെ അവനെ രക്ഷിക്കണം, ആ ഡൈബിനെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞ് അവൻ എഴുന്നേക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതേസമയം അവിടെ ഉണ്ടായിരുന്ന ആ കുതിര അതിപ്പോ ഒരു ഡീമനായിട്ട് മാറുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ സോളും കുതിരയുടെ സോളൊക്കെ ചേർന്ന് പ്രതികാരദാഹിയായ ഒരു ഡീമനായി അത് മാറും. ആ കുതിര അങ്ങനെ ടെററായിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.